ഞാൻ പ്രത്യേകം ഇനിയും പറയണം. പോയി ചായ എടുത്തിട്ട് വാടി. എന്താടി ഇത്? കറിയില്ലേ? എങ്ങനെയാടി ഈ മുടി കറിയിൽ വന്നത്? അത്രക്ക് ശ്രദ്ധയില്ലാതാണോ നീ കറി ഉണ്ടാക്കുന്നത്? എന്താടി നിനക്കൊരു ക്യാപ്പ് വെച്ചാല്? അത് ശരിയാ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ മുടി വരില്ലായിരുന്നു. ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയാലേ കഴിക്കാൻ തോന്നില്ല. നീ പോയി വേറെ കറി ഉണ്ടാക്കിക്കൊണ്ട് വാ. അപ്പൊ ഇതുണ്ടാക്കിയതോ? അത് മുഴുവനും ഞാൻ എടുത്ത് പുറത്ത് കളയാൻ പോവാ. ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാ ഞാൻ. ഉണ്ടാക്കുമ്പോഴേ നല്ലതുപോലെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എതാ ഇങ്ങനെ ഇരിക്കും. നിങ്ങളാരും കഴിച്ചില്ലല്ലോ? ഇല്ല. കഴിക്കണ്ട, നിറച്ചു മുടിയാ. എനിക്ക് ഇന്നിനി സമയമില്ല, എനിക്ക് കോടതിയിൽ പോണം. എന്തിന്? ഇന്ന് വിഷ്ണുവിന്റെ ജാമ്യം പരിഗണിക്കുന്ന ദിവസം. നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് വിഷ്ണു നിന്റെ ആരും അല്ലെന്ന്? പിന്നെന്തിനാ അവന് വേണ്ടി കോടതിയിൽ പോകുന്നത്? എനിക്ക് പോണം. കറി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന് നിന്നെ വിടൂ. പോയി ഉണ്ടാക്കി. എന്താടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? നിങ്ങളുടെ തലയിൽ ഇഴുത്തി വീഴും. ഓടി അവിടുന്ന്. തക്ക സമയത്ത് നീ എത്തിയത് ഏതായാലും നന്നായി. എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്തു തരണം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഒന്നും ഉണ്ടാക്കണം. ഞാനോ? അതെ. പ്രേമിച്ചി, ഇവള് പറയുന്ന കേട്ടോ? എന്തുവാ? ഞാൻ കറി ഉണ്ടാക്കണെന്ന്. ഇവളോടാണോടി ഞാൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞേ? ആരുണ്ടാക്കിയാൽ എന്താ, നിങ്ങൾക്ക് കഴിച്ചാ പോരെ? പോരാ, തെറ്റ് ചെയ്തത് നീയല്ലേ, അപ്പൊ നീ തന്നെ വേണം ഉണ്ടാക്കാൻ. എങ്കിലല്ലേ ചെയ്ത തെറ്റിനുള്ള പരിഹാരമാവൂ. ശല്യായല്ലോ. ശല്യോ? ഞാനോ? എന്താടി നിനക്ക് കിട്ടിയൊന്നും പോരെ? ഇനി വേണോ തല്ല്? വേണ്ടേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് കോടതിയിൽ പോണം. വിഷ്ണുവിന്റെ ജാമ്യം പരിഗണിക്കുന്ന ദിവസം ഇന്ന്. നീ എങ്ങാനും കോടതി പോയാ പിന്നെ ഈ വീട്ടിലോട്ട് നീ തിരിച്ചു കയറത്തില്ല. എനിക്കെന്റെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ? ഞാൻ ആരുടെ അടിമയൊന്നും അല്ല. നീ അടിമയാ, എന്റെ അടിമ. ഓ, വഴക്കൊന്നും വേണ്ട. നിനക്ക് കോടതി പോണം, അത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് വരെ ഞാൻ പൊക്കോളാം. അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവത്തെ? ആര് ചെന്നാലും ഇല്ലെങ്കിലും നടക്കാനുള്ളത് അവിടെ നടക്കും. നീ ചെല്ലാത്തോണ്ട് കോടതി പറയാൻ പോകുന്ന വിധിയൊന്നും മാറിപ്പോവാൻ പോകുന്നില്ലല്ലോ. മാറുവോ? എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണാലോ. നീ എന്തിനാ അവനെ കാണുന്നേ?